ചെയ്യുന്നതൊക്കെ പ്രതിപക്ഷ നേതാവിന് കഴിയുന്ന അന്ന് നമ്മുടെ അങ്ങ് പോക്കറ്റ് 10 രൂപ ഇവിടെ കാണുകയാണ്. ആന്റോ പ്രതിപക്ഷ നേതാവായിട്ട് നമ്മളെ എതിർക്കുന്ന യൂണിയനിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവാണെങ്കിൽ 1000 രൂപ വരെ യൂണിയന്റെ പ്രവർത്തനത്തിന് കടം തന്നിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. ആന്റോ ഇപ്പം അദ്ദേഹത്തിന്റെ പിതാവ് ചെയർമാനായിരുന്നു, അദ്ദേഹത്തിന്റെ മാതാവ് ചെയർമാനായിരുന്നു, ഇപ്പൊ ആന്റോ ചെയർമാനാണ്. ഇനിയും അവിടെ നിന്ന് പല ചെയർമാന്മാരും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട്. ഏത് പരിപാടിക്ക് വിളിച്ചാലും ഒരു മുനിസിപ്പൽ ചെയർമാനൊന്നും ഒരു ഗമയില്ല. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഓടിയെത്തും. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ആന്റോ ജോസ് പടിഞ്ഞാറേക്കൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റോഷി അഗസ്റ്റിന് കൊടുക്കുന്ന ഈ സ്വീകരണം ഞങ്ങളൊരു ആലോചിച്ച് ഓർമ്മച്ചപ്പ് 1985-90 എന്നാണ് ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. ഒരു സ്വീകരണമായിട്ട് ഈ നിമിഷം ഇനസ്റ്റിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എനിക്ക് വളരെയേറെ അഭിമാനം തോന്നുകയാണ്. ഒരുപക്ഷെ ഇവിടെ സംസാരിച്ചവർ പറഞ്ഞത് വളരെ ശരിയാണ്. പാലാ കോളേജിൽ ഇനസ്റ്റിന് മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമായി ആ കാലഘട്ടത്തിലെ കുട്ടികളുടെ മനസ്സിൽ കുടികൊള്ളുകയാണ്. എത്രയോ അനുഭവങ്ങൾ എന്റെ മനസ്സിൽ തോന്നുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിദ്യാർത്ഥി സംഘടനാ രംഗത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഒരു വശത്തോട് നിൽക്കുമ്പോഴും പ്രിൻസിപ്പാൾ എന്ന നിലയിൽ അച്ഛന്റെ നിലപാടുകളും അച്ഛൻ നമ്മളോട് സ്വീകരിച്ച സമീപനങ്ങളും ഇപ്പോൾ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും സൃഷ്ടിയിൽ ശരിയായിരുന്നു തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അന്നത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഒരുപക്ഷെ നമുക്കില്ലായിരുന്നു എങ്കിലും അന്ന് അങ്ങനെ ചിന്തിക്കേണ്ടതായിരുന്നു നമ്മൾ എന്നുള്ളതാണ് എന്റെയും ബാധ്യത ഇപ്പോൾ. അന്ന് അതിന്റെ പശ്ചാത്തലമേ നമുക്കുള്ളൂ. പക്ഷെ അച്ഛൻ അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നില്ല എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു. ഇവിടെ ഫീസ് അടപ്പിച്ച പറഞ്ഞപ്പോൾ എന്റെ ഓർമ്മ വരുന്നത്, എനിക്ക് തേർഡ് ഇയർ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് അറ്റൻഡൻസ് കുറവുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ വന്നു. ഒരിക്കൽ ഞാൻ കോട്ടയത്ത് നിന്ന് വണ്ടിയെ വരുമ്പോൾ അച്ഛൻ നമ്മുടെ കോളേജിൽ നിന്ന് ഇറങ്ങി പാലാ മരിയൻ സെന്ററിലേക്ക് വൈകിട്ട് നടന്നു പോകും. ഞാൻ അച്ഛൻ്റെ പിറകില് അച്ഛൻ ഇങ്ങനെ മുന്നേ നടക്കുന്നു. ഞാൻ പുറകിൽ നടന്ന് ഇങ്ങനെ മന്ത്രം ഉച്ചരിക്കുന്ന പോലെ ഫീസ് അടപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അച്ഛൻ അറിയപ്പെടി അനുസരിച്ച് പരീക്ഷയിൽ പോയി കയറി ഞാൻ അപ്പുറത്ത് കാത്തു നിന്നു. അച്ഛൻ തിരിച്ചിറങ്ങി വീണ്ടും നടന്ന കോളേജിനകത്ത് പ്രവേശിച്ച് അച്ഛൻ്റെ റൂമിൽ കയറി അച്ഛൻ കട അടച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് അച്ഛൻ തിരിച്ച് കടന്ന് തുറന്നു. അപ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു രാവിലെ 10 മണിക്ക് ഓഫീസിൽ വരാൻ പറഞ്ഞു. ഞാൻ രാവിലെ 10 മണിക്ക് ചെല്ലുന്നു. എന്നെ ഫീസ് അടപ്പിക്കുന്നു. ഞാനങ്ങനെ ആ ഇയറിൽ പരീക്ഷ എഴുതി ഫിസിക്സ് BSc അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ജയിച്ചപ്പോൾ ഞാൻ ഓടി അച്ഛൻ്റെ അടുത്ത് എന്തിനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പലവിധ അനുഭവങ്ങളിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചവർക്ക് ഒരു സ്നേഹത്തോടു കൂടി ഓർക്കാൻ കഴിയുന്ന ഒരു പ്രിൻസിപ്പാളായി നമുക്ക് അച്ഛനെ ഓർക്കാൻ സാധിക്കുന്നത് അച്ഛൻ്റെ ശൈലിയും പെരുമാറ്റവും തോന്നും. കർക്കശക്കാരനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്നേഹം കളമിട്ട് നിന്നിരുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും വാക്കിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഞാൻ പല സന്ദർഭങ്ങളിലും അച്ഛനെ കണ്ടിട്ടുണ്ട്. എന്റെ വിവാഹത്തിനായി ക്ഷണിക്കാനായിട്ട് ചെല്ലുന്ന രാത്രി 2 മണിക്ക് കാഞ്ഞിമറ്റപ്പള്ളിനെ ക്ഷണിക്കുന്ന മികതു. അതിനുശേഷം MLA ആയതിനു ശേഷം പലതവണ കാണാനിടയായി. ഞാനായി പുതിയ അധികാരി ഏറ്റെടുത്തതിന് ശേഷവും അച്ഛനെ ഞാൻ പോയി കണ്ടു. അനുഗ്രഹം തേടി. നമുക്കത് വലിയൊരു സന്തോഷമാണ് മനസ്സിൽ. പറിച്ചു മാറ്റാൻ പറ്റാത്തതാണ്. ആരോട് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ പ്രൗഡായിട്ടാണ് പറയുന്നത് അച്ഛനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ. ഈ രാഷ്ട്രത്തിനെ കുറിച്ച് പറയാതെ നമ്മുടെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിന്റെ ഓർമ്മകൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമാണ്. എന്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിലെ അമൂല്യമായ ഒരു നിമിഷമെന്നാണ് ഈ സായം സന്ധ്യയെ എന്റെ സുഹൃത്തുക്കളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഈനാശത്തിന്റെ കൂടെ ഈ സമയം ചെലവഴിക്കുന്നത് എന്ന് എനിക്ക് അനിയായ അഭിമാനം തോന്നുകയാണ്. ഇത് മറ്റാർക്കും കാര്യമായി ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. മറ്റ് കോളേജുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അത്യപൂർവമായ സംഗമമാണ്. ബെന്നിയും ഗോപാലകൃഷ്ണനെയും അലിയും നിങ്ങളെല്ലാവരെയും എനിക്കെല്ലാവരെയും പേരെടുത്ത് വിളിക്കാൻ അറിയാം. എല്ലാവരെയും കുറിച്ച് ധാരാളം ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്.
അതൊന്നും പറഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ സൗഹൃദമായിരുന്നു പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലുപരിയായി പാലാ കോളേജ് എന്ന് പറയുന്ന ഒരു വികാരം, അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ തീവ്രമായ ഒരു വികാരമാണ്. അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി ശ്രമിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലെ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഓരോ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്ന് പ്രവർത്തിക്കുന്നവരാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായി പൊതുരംഗത്ത്, ബ്ലോക്ക് പ്രസിഡന്റുമാരായി ബൈജു ഉൾപ്പെടെ ഞാൻ ബൈജുവും പ്രസിഡന്റും സെക്രട്ടറിയുമായി നിയോജകമണ്ഡലത്തിൽ ഏർക്കാലം ജോലി ചെയ്തു. പാമ്പൂരി സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ബൈജു ഉൾപ്പെടെ സാജു ചെയർമാനായി മത്സരിക്കുന്ന പാനലിലാണ് ഞാൻ കൗൺസിലറായിട്ട് മത്സരിക്കുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള കൂടെ മത്സരിച്ചവര് നമ്മുടെ ഘടകകക്ഷി ക്ഷേത്രത്തിൽ ഇപ്പോൾ ശ്രീ ബാബു ഇപ്പം സിൻഡിക്കേറ്റ് മെമ്പറായി നമ്മുടെ യൂണിവേഴ്സിറ്റി വന്നു. നമ്മുടെ തൊട്ട് സീനിയർമായിട്ടായിരുന്നു ബോഡി ഗ്രാഫിക്സിലെ ബോഡി പാലാ കോളേജിന്റെ ചെയർമാനായിട്ട് മത്സരിക്കുന്ന സന്ദർഭം ആ ബോഡിയിൽ നിന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായിട്ട് വരികയുണ്ടായി. അങ്ങനെ ധാരാളം ആൾക്കാർ വിവിധ തുറകളിലേക്ക് വരാനുള്ള അവസരങ്ങൾ അവരൊക്കെയും പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് പോലീസിന്റെ യൂണിഫോമിൽ നിൽക്കുമ്പോഴും എവിടെ ഉണ്ടെങ്കിലും ഓടിച്ചെല്ലാൻ പറയാൻ ഒരിക്കലും ഒരു പോലീസുകാരനായിട്ട് ഏറ്റെടുക്കാൻ കഴിയില്ല. ആ സൗഹൃദം, ആ യൂണിഫോമോ ആ രാഷ്ട്രീയമൊന്നും അല്ല. നമ്മൾ തമ്മിൽ കാണുന്നുണ്ടാകുന്ന സ്നേഹവും ലോകവും ഓർക്കുന്നുണ്ട്. സമയം ഒത്തിരിയായി. അച്ഛനെ ഇത്ര നേരം ഇരുത്തിക്കൊണ്ടിരിക്കുന്നതും ഒരിക്കലും ശരിയല്ല എന്ന ബോധ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജലവിഭവ വകുപ്പ് എന്ന രീതിയിൽ അതിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോഴും എൻ്റെ പൊതുപ്രവർത്തനത്തിന്റെ കഴിഞ്ഞ അനുഭവങ്ങൾ ഓർക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ മായാതെ കുറിച്ചിടുന്നു എൻ്റെ ഗുരുനാഥൻ മാനസാണ്. രാഷ്ട്രീയ പൊതുജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രായമായതൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ സന്തോഷപൂർണ്ണം അവിടെ ഇരുന്നതാണ്. അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി താമസിക്കുകയോ അല്ലെങ്കിൽ തനിച്ച് താമസിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാകാമെങ്കിലും കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെതായ ഒരു നന്മയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വളരെ സന്തോഷത്തോടുകൂടി ഈ ദിവസങ്ങളൊക്കെ ഈ വർഷങ്ങളൊക്കെ കഴിഞ്ഞു കൂടുകയായിരുന്നു. ഇനിയും അങ്ങനെ തുടർന്നു പോകാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു. അതിന് ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഓരോ നിലയിലായിട്ടുള്ളവരാണ്. പലരെയും ഞാൻ ഓർക്കുന്നില്ല, ചിലരൊക്കെ നല്ലപോലെ ഓർക്കുന്നുണ്ട്. ക്ലാസ്തിയിൽ കണ്ടപ്പോൾ ഒന്നിപ്പിച്ച് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ബഹുമാനവും ആദരവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. ഈ പ്രായമായ മനുഷ്യനോട് ഇത്രമാത്രം ആദരവും ബഹുമാനവും ഒക്കെ കാണിക്കേണ്ടതുണ്ടോ എന്ന്. പലപ്പോഴും ഇപ്പോൾ പ്രായമായവരൊക്കെ അവഗണിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. വീടുകളിൽ തന്നെയും പ്രായമായ മാതാപിതാക്കളെ പോലും നോക്കാൻ മക്കൾ മടിക്കുന്ന കാലമാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വയസ്സിനെ വന്ന് വിളിക്കുകയും എന്നെ ഇവിടെ കൊണ്ടുവരികയൊക്കെ എനിക്ക് ചെയ്തു. അതിന് ഞാൻ നിങ്ങളെല്ലാവരോടും നന്ദിയുള്ളവനാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നിങ്ങളെല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയെ ഞാൻ ഓർക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എല്ലാവരും നിറവേറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. 90-91 കാലഘട്ടങ്ങളിലാണ് ഞാൻ പഠിച്ചത്. സെൻറ് തോമസ് കോളേജ് SB കോളേജിൽ പഠിപ്പിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ. തീർച്ചയായിട്ടും എനിക്ക് 2 മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ 5 കൊല്ലത്തെ കാര്യം പറയാൻ പറ്റത്തില്ല. ഓർമ്മകളേ ഉള്ളൂ. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാഷ്ട്രീയം, സമരങ്ങൾ, കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അച്ഛനെ കാണുമ്പോൾ ഗേറ്റ് അടച്ചിട്ട് കാണുമ്പോൾ വളരെ ശക്തിയോടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ശക്തിയും ഊർജവും എല്ലാം അങ്ങ് തീരും. റോഷിയെ കാണുമ്പോഴുള്ള ഊർജവും റോഷിയുടെ കൂടെയുള്ള ഒരുമിച്ചുള്ള യാത്രയും ആ ഗേറ്റ് അടച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അങ്ങ് ശ്വസിപ്പിച്ച് പിന്നെ ഞങ്ങൾ 3-4 പേരുണ്ടാവും. അച്ഛനും ഉണ്ടാവും. പിന്നെ അച്ഛൻ ഞങ്ങളെ കാണും, ഞങ്ങൾ ഓടും, അങ്ങോട്ട് ഓടും, ഇങ്ങോട്ട് ഓടും. വളരെ വലിയ അനുഭവങ്ങളും നല്ല ഓർമ്മകളും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എന്നുവെച്ചാൽ വളരെ സന്തോഷം അച്ഛനെ കാണുന്നതിൽ, ഞങ്ങളൊക്കെ ഓർക്കുന്നതിലുള്ള സന്തോഷം. വളരെ നന്ദി. എനിക്കന്ന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ.
അച്ഛൻ ഞാനന്ന് പ്രീ ഡിഗ്രി പഠിച്ചു. പക്ഷെ ഡിഗ്രിക്ക് അവിടെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പ്രത്യേക അന്നത്തെ സാഹചര്യങ്ങളൊക്കെ അച്ഛനറിയാം. അപ്പൊ തീർച്ചയായും അത് വലിയൊരു ടേണിംഗ് പോയിന്റ്, ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നന്ദി, താങ്ക്സ്. 86 മുതൽ 91 വരെ ഇവിടെ ഉണ്ടായിരുന്നു. 3 വർഷം KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റൊക്കെ ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് എല്ലാവരും മുൻകൈ എടുത്ത അലീഖാനും ബെന്നിക്കും അലക്സിനും ഗോപാലകൃഷ്ണനും ഒക്കെ പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഈ കൂട്ടായ്മ ഇത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും അതിനായിട്ട് പരിശ്രമിക്കും. എൻ്റെ പേര് സാജു അലക്സ്. ഞാൻ 84 മുതൽ 29 വരെ ഇവിടെ PDC ഡിഗ്രി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. റിപ്രസെൻറ്റേറ്റീവായിട്ടും കൗൺസിലറായിട്ടും ചെയർമാനും ഒക്കെ ആയിട്ട് മത്സരിച്ച് തോറ്റു. എന്നോട് എൻ്റെ ഇതനുസരിച്ച് ജയിച്ച മാറ്റം ഇപ്പോൾ അമേരിക്കയിലാണ്. എന്നാൽ ഒത്തിരി സന്തോഷമാണ് മുഴുവൻ ആളുകളെയും വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുവാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയുടെ പേരിൽ റോഷിയാസിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട ഐനാസ് അച്ഛനെ ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നീട് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. അച്ഛൻ എനിക്ക് പറഞ്ഞ ഒരു ഉപദേശം, അലക്സ് നിന്റെ രാഷ്ട്രീയ ചതി കൂടിപ്പോയി, അതാണ് നിങ്ങൾക്ക് പറ്റിയ ഒരിക്കൽ അച്ഛൻ പറഞ്ഞ ഉപദേശം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതുപോലെ മുനിസിപ്പൽ ചെയർമാനായ അന്വയിക്കും ഒക്കെ ഞാൻ നന്മകൾ നേരുകയാണ്. എനിക്കിപ്പോഴും ഓർക്കാനുള്ള റോഷിയുടെ വിജയത്തിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് റോഷിയുടെ അപ്പനും അമ്മയും വല്യപ്പനും വല്യപ്പിച്ചെന്ന് പറഞ്ഞു. കാരണം രാത്രിയില് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, വണ്ടികളില്ല. റോഷിയുടെ വെസ്പായുടെ പുറകിൽ ഇരുന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ പ്രകാരം 2 മണി 3 മണി 4 മണിക്കാകുമ്പോൾ ചെല്ലുമ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് വന്ന് ചോറ് കറിയില്ലെങ്കിൽ മുട്ടയൊക്കെ പൊരിച്ച് തന്ന് അത്രമാത്രം പൊതുപ്രവർത്തനത്തെ സ്നേഹിച്ച ഒരു മാതാപിതാക്കൾ. ആ മാതാപിതാക്കളുടെ പിന്തുണയാണ് തീർച്ചയായിട്ടും മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് റോഷിയെ ഈ നിലയിൽ എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഒരുപാട് എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങൾ പറയുവാനായിട്ട് കാണും. ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. സംഘടിപ്പിച്ചവരെയാണ് ഏറ്റവും അഭിനന്ദിക്കേണ്ടത്. എല്ലാവരും പേരെടുത്ത് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ സാവിയോ ആവുകാട്ട് 82 തൊട്ട് 90 വരെ ഇടുക്കി തൊട്ട് MA വരെ അവിടെ ഉണ്ടായിരുന്നു, താമസിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ രാഷ്ട്രീയം കഴിഞ്ഞ് MA കഴിഞ്ഞിട്ട് വീണ്ടും ആ കോളേജിൽ എനിക്ക് അവിടെ വളരെ അടുത്തായിരുന്നതുകൊണ്ടായിരിക്കാം എല്ലാവരുടെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ചെല്ലുമായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഒരു ഓർമ്മ മാത്രമാണ്, നീയൊക്കെ ഇപ്പോഴും ഇവിടുന്ന് പോയിട്ടും രാഷ്ട്രീയം കൊണ്ടിക്കൊണ്ട് വരുവാണോടാ എന്നൊക്കെ ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതുപോലെ റോഷിയുടെ കാര്യം പറഞ്ഞാല് സാജി പറഞ്ഞ പോലെ വെസ്പ, റോഷിയുടെ വെസ്പ കോളേജിന്റെ എല്ലാവരുടെയും സ്വസ്ഥായിരുന്നു. ആ മഞ്ഞ വെസ്പ എല്ലാവരുടെയും കൂടെ വെസ്പയായിരുന്നു എന്ന് ഇപ്പോഴും ഓർക്കുകയാണ്. ലൈസൻസ് ഒന്നും ഇല്ലാത്തവരും എല്ലാം റോഷിയുടെ വെസ്പയായിരുന്നു. റോഷിയെ എന്ന് പറയുന്നത് വാസ്തവത്തിൽ എല്ലാവരുടെയും ഒരു ഹീറോ തന്നെയായിരുന്നു. ആ ഹീറോ ഇന്ന് കേരളത്തിന്റെ തന്നെ ഒരു ഹീറോ ആയി എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. ഞങ്ങളുടെ റോഷിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനിപ്പോൾ മുനിസിപ്പൽ കൗൺസിലറാണ്. പാലായിലൊരു ബിസിനസ്സും ഒക്കെ ആയിട്ടിരിക്കുന്നു. നമസ്കാരം. ഞാൻ റസൽ M. ഈസ. 85 മുതൽ 90 വരെ പാല സെന്റ് തോമസ് കോളേജ് ഡിഗ്രി അവിടെയായിരുന്നു. ജനറൽ സെക്രട്ടറി ആയിരുന്നു, മാഗസിൻ എഡിറ്ററായിരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും തന്നെ മാർക്ക് വെച്ചിരിക്കുന്നതിനുള്ള പ്രശ്നങ്ങളെങ്കിലും പേഴ്സണലായിട്ട് എല്ലാം അറിയാം. അച്ഛൻ ഒരുപാട് ഇഷ്ടമാണ് അച്ഛന്. ഞാനിപ്പോൾ അച്ഛനെ വിളിക്കാൻ വേണ്ടി അലക്സിന്റെ കൊടുത്ത് ഞാൻ അലക്സിനോട് പറഞ്ഞ് അച്ഛനെ പോയി വിളിച്ചോണ്ട് വന്നു. കോളേജ് ജീവിതം കഴിഞ്ഞിട്ടും അരുത്ര ആയിരിക്കുമ്പോഴേ അച്ഛനെ ഒന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമായിട്ടും റോഷിയായിട്ടും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പ്രീഡിഗ്രിക്ക് ഞങ്ങള് ഈ സെന്റ് ജോസഫ് പാരൽ കോളേജില് പ്രാക്ടീസിന് പോകുമ്പോഴാണ് ഞാൻ റോഷി ആദ്യം പരിചയപ്പെടുന്നത്. അവിടെ റോഷി ഉണ്ടാവും. പിന്നെ ഞങ്ങള് റോഷി ഫസ്റ്റ് DC ഫിസിക്സ് എടുത്തു, ഞാൻ സുവോളജി എടുത്തു. ഞങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ. ചെറിയ അനുഭവം അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് പറയാം. ഞങ്ങൾ ആ സെന്റ് തോമസ് കോളേജിന്റെ ആ വളവില് അവിടുത്തെ എൻട്രൻസില് അവിടെ ഭിത്തിയിൽ കയറി ഞാൻ റോഷിയെ കൂടി കളി കളിക്കുമായിരുന്നു. ഈ ബസ് നമ്പർ പെട്ടെന്ന് പറഞ്ഞു എത്ര ഓർമ്മ നമ്പർ വെച്ച് ആ കളി ഇങ്ങനെ സ്ഥിരമായിട്ട് നിന്നപ്പോൾ അച്ഛനൊരു പണി ഒപ്പിച്ചു. അച്ഛനെ പറ്റി മുഴുവൻ കരിയോയിൽ വെച്ചു. അങ്ങനെ ഞങ്ങളുടെ ആ പരിപാടി നിന്നു. പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെയൊക്കെ ഒരു ക്രൂരനായിരുന്നു അച്ഛൻ.
അങ്ങനെ നന്മകൾ മാത്രം പറഞ്ഞ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ സെന്റ് തോമസിലെ ജീവിതത്തിൽ അച്ഛൻ്റെ ഒരു ആ അനുഭവം, അച്ഛനുമായിട്ടുള്ള അനുഭവം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എറണാകുളത്ത് സെറ്റിൽഡാണ്. കുറച്ച് നാളെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തു, അത് നിർത്തി. ഇപ്പോൾ ബിസിനസ്സാണ്, നല്ല നിലയിൽ പോകുന്നു. എല്ലാവരെയും കണ്ടതിൽ ഒരിക്കൽ കൂടി ഒരു 100 നന്ദി. താങ്ക് യു. ബഹുമാനപ്പെട്ട ഈനാസച്ചൻ ഇരിക്കുന്ന സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു വിറയലോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം പണ്ടൊക്കെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും ഈനാസച്ചനെ കേന്ദ്രീകരിച്ചായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളെല്ലാം. ഈനാസച്ചൻ ഒറ്റത്തെങ്ങയിലായിരുന്നെങ്കിൽ ഞങ്ങൾ അച്ഛനെ അന്ന് 5 തെങ്ങിലൊക്കെ ആക്കിയിട്ടുണ്ട് അച്ഛ എന്ന് സങ്കടത്തോടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 1987 തൊട്ട് 90 വരെയുള്ള 3 വർഷക്കാലം സ്കോളിൽ പഠിച്ച ആ ഒരു കാലഘട്ടം, മീനാസച്ചന്റെ ആ കാലഘട്ടമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനത്തോടുകൂടി സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഏറ്റവും അധികം വ്യക്തിബന്ധങ്ങൾ ഉണ്ടായ കാലഘട്ടമാണ്. അച്ഛൻ അത് കഴിഞ്ഞ് അരിയുത്രപ്പള്ളിയുടെ വികാരിയായിരുന്നപ്പോഴും എന്റെ കല്യാണം നടത്തിയത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും അച്ഛന്റെ ഒരു നിഴല്, ഒരു ആശീർവാദം എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനൊരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിരിക്കുന്നത് കൊണ്ട് അച്ഛൻ എനിക്കന്ന് കോണ്ടാക്ട് തരാത്തതായതുകൊണ്ട് ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ പോവുകയും ഏതെങ്കിലും കാരണവശാൽ സെന്റ് തോമസ് കോളേജിലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് പ്രിൻസിപ്പൾ ആയിരിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന മുഴുവൻ കുട്ടികൾക്കും ഞാൻ അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ കോണ്ടാക്ട് ഫുഡിട്ട് കൊടുക്കുകയും ഏത് ഫുഡിടുമ്പോഴും വേർപെട്ട വികാരത്തിനെ, വേർപെട്ട അന്യാസത്തിനെ ഞാൻ ഓർക്കുന്നുണ്ട് എന്നതാണ് സത്യം. മാത്രമേ പറയാനുള്ളൂ. റോഷിയാഷിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ വെള്ളികുളത്ത് NSS ക്യാമ്പിൽ റോഷിയാഷിന് ഇത്രയൊക്കെ മലയാള പാട്ടുകൾ അറിയാമെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായതും ഒരു ആരാധന തുടങ്ങിയതൊക്കെ അന്നായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ഈ നരച്ച മുഖങ്ങളെ കാണുമ്പോൾ. ശരിക്കും പറയാം 55, 50 തൊട്ട് 55 വയസ്സിൽ നിൽക്കുന്ന നമ്മള് ഈ ഒരു കൂട്ടായ്മയിൽ വളരെ യുവാക്കളായി തീരുന്നു എന്നുള്ള സന്തോഷം. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് തുടരണം. റോഷിയാകൃഷ്ണൻ നാളെ കേരളത്തിലെ വലിയ നേതാവായിട്ട്, കുറച്ചും കൂടെ ശക്തിയുള്ള നേതാവായിട്ട്, ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സാധിക്കുന്ന സാഹചര്യം വരുമ്പോഴും അല്ലാതായി തീരുമ്പോഴും ഒരു കൃത്യ ഡേറ്റില് ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടരണം എന്നൊരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഈ സംഘാടകർ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അനുഭവങ്ങൾ പറയാനുള്ളവര് എത്രയും പെട്ടെന്ന്, ഒത്തിരി ആൾക്കാരുള്ള കാരണം സമയം കണ്ടമാനെടുക്കുന്നവരുടെ പെട്ടെന്ന് വന്ന് പറയാം. എൻ്റെ പേര് രാജു കെ. 87 കാലഘട്ടങ്ങളിൽ SFIയുടെ യൂണിറ്റ് പ്രദേശികമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇക്കണോമിക്സിൻ്റെ ബാച്ചിന് ബെന്നിമെല്ലാം സ്റ്റേറ്റ് ബാച്ചിൽ പഠിക്കുകയും ചെയ്തതാണ്. എനിക്കിവിടെ പ്രത്യേകിച്ച് ഓർമ്മകൾ പങ്കിടാനായിട്ട്, പ്രത്യേകിച്ച് റോഷിയുമായി ബന്ധപ്പെട്ട് ഓർമ്മകൾ ഒന്നും തന്നെയില്ല. ഉള്ള ആകെ ഓർമ്മകൾ, ഒരു ഇലക്ഷനെ ഞങ്ങൾ രണ്ടുപേരും ഒരേ പോസ്റ്റിലെ കൗൺസിൽ പോസ്റ്റിലേക്ക് മത്സരിച്ചിരുന്നു. രണ്ടുപേരും തോറ്റു. ഇനി നമ്മൾ പ്രത്യേകിച്ച് അത് മാത്രമേ ഒരു റോഷിയായി ബന്ധപ്പെട്ടുള്ളൂ. പക്ഷേ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ച് വളരെ ഒന്നരുണ്ടാവും. ജോൺസണോ മറ്റുള്ള ആളുകൾ പറയുന്ന രസകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനില്ല. ആകെപ്പാടെ കോളേജിലെ ഒരു കാര്യം, ഒരു അനുഭവം, ഒരു ചെറിയ ദുരന്തമായിട്ടുള്ള അനുഭവം മാത്രം ഞാൻ ഓർത്തിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു ഇതും കേരള കോൺഗ്രസുമായി തർക്കത്തോടു കൂടി അവരുടെ ഒരു യാത്ര നടത്തി സെന്റ് തോമസ് കോളേജിലേക്ക് പോകുമ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ ആളുകൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സെന്റ് തോമസ് കോളേജ് SFI യൂണിറ്റും മറ്റുള്ള ആളുകളെല്ലാം കൂടി തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോളേജിന്റെ ക്യാമ്പസിന്റെ ഭാഗത്തുകൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനവിടെ തന്നെ വരെ എനിക്കവിടെ ഒരു ഇരട്ടപ്പേര് തരുന്നു, ഇന്ദ്രൻ വാല. ഞാൻ ഇലക്ഷൻ പോസ്റ്ററുകളൊക്കെ അടിച്ചു വെച്ചിരുന്നു, താടിയൊക്കെ ഇന്ദ്രൻ വാല എന്ന് അദ്ദേഹം. അപ്പോൾ ഒരു ഞാനോട് എന്നെ പേടിയായി, ആരും ഒന്നും ചെയ്യുകയില്ല, എന്നെ ഒന്നും അടിക്കാനൊന്നും ആരും ധൈര്യപ്പെടില്ല. നമുക്ക് പ്രത്യേകിച്ച് പാലാ ടൗണിൽ നിന്നുള്ള ഒരു കൂട്ടാസെറ്റപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായതുകൊണ്ട് എന്നെ ആരും ഒന്നും ചെയ്യാനെന്നതാണ്. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ അങ്ങോട്ടേക്ക് ഏതാണ്ട് ഒരു 300 മീറ്റർ ഇല്ല, ഒരു 200-150 മീറ്റർ ദൂരത്തിൽ ഞാൻ നിൽക്കുക. ആരോ ഒരു വിധത്തിൽ ഒരു കല്ലെടുത്ത് ഒറ്റയത് അത് കറക്റ്റ് എന്റെ തോളലിന് വേണ്ടി കൊണ്ടുവരും. ഞാൻ ആരാകും തിരിഞ്ഞുകൊണ്ട് കാര്യം കണ്ടില്ല.
ആ വിധത്തിൽ അവിടെ ഞാൻ ഇന്നും അനുഭവിക്കുകയാണ്. ഭയങ്കര ഒന്നാം തട്ടിട്ടമാണ് 150 മീറ്റർ അകലെ എറിഞ്ഞ് സ്കൂളിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പലവിധ അനുഭവങ്ങളുണ്ട്. പക്ഷെ ആ കോളേജിൽ നിന്ന് പോരുമ്പോൾ ഈനാസച്ചനെ പോലെ ഒരു പ്രത്യേക ഡിസിപ്ലിൻ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. ഈ പറയുന്ന പലതരത്തിലുള്ള സ്വഭാവമുള്ള പലതരത്തിലുള്ള വിദ്യാർത്ഥികൾ, പല ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്, ആരുടെയും നിയന്ത്രണങ്ങളിൽ അങ്ങനെ നിൽക്കുന്ന ആളല്ല, പക്ഷെ ഒറ്റ ഒരാൾ എന്നുള്ള നിലയിൽ എഴുന്നേറ്റ് നിന്ന് ഈ കുട്ടികളെ എല്ലാം ഗ്രാജുവേഷൻ ആയാലും ശരി, PG ആയാലും ശരി, പ്രീ-ഡിഗ്രി ആയാലും ശരി, ഏത് ഡിഗ്രി ആയാലും ശരി, അവരെയൊക്കെ വരച്ച കയ്യിൽ നിർത്തുന്ന രീതിയിൽ ഒരു നിപ്പിലും ഒരു നോട്ടത്തിൽ ഒരൊറ്റ നോട്ടത്തിലും അദ്ദേഹത്തിന്റെ ആ ദൃഷ്ടിയിൽ പതിഞ്ഞാൽ ആ കോളേജിൽ ഇവിടെ പലരും പ്രസംഗിച്ചുകൊണ്ട് തന്നെ നിശബ്ദമായി മാറുകയും പലരും ആ കോളേജ് ഒരു ശാന്ത സ്വഭാവമുള്ള ഡിസിപ്ലിനുള്ള കോളേജായി മാറുന്ന അവസ്ഥ അദ്ദേഹത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അച്ഛനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈനാസ് ഒറ്റത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു വെറൊരു പ്രിൻസിപ്പാളിന്റെ പദവി മാത്രമല്ല, ഒരു പ്രസ്ഥാനമായിരുന്നു ആ കാലഘട്ടത്തിൽ, ആ സമയത്ത്. അതുകൊണ്ട് അദ്ദേഹത്തെ വളരെ പറഞ്ഞോടെ എല്ലാവരും നമുക്കൊരു ഗൈഡ്, ഒരു സ്പിരിറ്റ് കൂടി അത് സ്മരിച്ചുകൊണ്ട് റോഷിക്ക് എല്ലാ അനുഭവങ്ങളും അതുപോലെ ഈ കൂട്ടായ്മയ്ക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എന്റെ പ്രത്യേക വ്യക്തിപരമായ രീതിയിലും എന്റെ ഇവിടെ വന്നിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരുടെ പേരിലും നന്ദിയും സുഖവും ഈ കൂട്ടായ്മ കണ്ടിന്യൂ ചെയ്യുമെന്ന് ആഗ്രഹത്തോടെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ പ്രശംസിക്കും. താങ്ക് യു. സെന്റ് തോമസ് കോളേജിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഒത്തിരി ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. സമയപരിമിതി മൂലം ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ജോൺസൺ സൂചിപ്പിച്ചതുപോലെ 100-ലേറെ ദിവസങ്ങൾ തുടർച്ചയായി സമരം ചെയ്ത ഒരു കാലഘട്ടത്തിൽ അവിടെ ചെന്നു. വീണ്ടും ഉള്ള വർഷങ്ങളിലും സമരത്തിന്റെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഈനാസ് അച്ഛനെ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഓർക്കുമ്പോഴും വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ സമരമുഖത്ത് നിൽക്കുന്നത് കൊണ്ട് അച്ഛനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അച്ഛനെ ഓഫീസിൽ തടഞ്ഞു വെച്ച് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ഉള്ള സമരമാർഗങ്ങളൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പശ്ചാത്താപം പിന്നീട് പഠിക്കുന്ന കാലത്ത് അധ്യാപകരോടുള്ള ബഹുമാനത്തെക്കാൾ ഏറെ പഠിച്ചു പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് നമുക്കുണ്ടാകുന്നത്. അദ്ദേഹത്തോട് മനസ്സിലുള്ള ആദരവ് എത്ര വലുതാണ് എന്ന് പറഞ്ഞാൽ മതിയാകില്ല. 85-ല് പ്രീ-ഡിഗ്രിക്ക് ചേർന്നു, ഡിഗ്രി ചെയ്തു, അതിനുശേഷം MA-ക്ക് ചേർന്നു. ആക്സിഡന്റ് ഉണ്ടായി ഡിസ്കണ്ടിന്യൂ ചെയ്തു. വീണ്ടും ഫ്രീ അഡ്മിഷൻ തന്ന് എനിക്ക് 93 വരെ MA അവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിനകത്ത് ഒരു കാര്യം പ്രത്യേകം അച്ഛന്റെ ഒരു കാരുണ്യം അത് അനുഭവിച്ച ആളാണ് ഞാൻ. ഡിഗ്രിക്ക് 3rd ഇയർ പഠിക്കുന്ന സമയത്ത് അപ്പനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിടുകയൊക്കെ ചെയ്ത അച്ഛൻ എനിക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് തരികയും എനിക്ക് മാനേജ്മെന്റ് കോട്ടായി MA-ക്ക് അഡ്മിഷൻ ചെയ്യുകയും എന്നതിന് നന്ദി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പോൾ ഇവിടെ അനുസ്മരിക്കാൻ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെക്കാളാണ് എനിക്ക് റീ അഡ്മിഷൻ MA-ക്ക് തന്ന് അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചു. പക്ഷെ ഒരു ചെറിയ തെറ്റ് ഞങ്ങളെ ഈനാസച്ചോട് ചെയ്തിട്ടുണ്ട്. അന്ന് ഒരു വ്യവസ്ഥയോടുകൂടിയായിരുന്നു എനിക്ക് അഡ്മിഷൻ തന്നത്. കോളേജ് ഇലക്ഷനും മത്സരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷേ ഞാനൊരു തെറ്റ് ചെയ്തു. പക്ഷെ മത്സരിക്കുകയല്ല, ഞാൻ എന്റെ എതിർ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചുകൊണ്ട് എതിരില്ലാണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛന് എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഈനാസച്ചോടുള്ള കടപ്പാട് സെന്റ് തോമസ് കോളേജിൽ പഠിച്ച ആർക്കും മറക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ റോഷിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടുകാരാണ്, ഒരു വാർഡുകാരാണ്. സ്കൂളിൽ കോളേജിൽ പഠിക്കാൻ വരുന്നതിന് മുമ്പ് വരെയുള്ള ബന്ധമാണ്. റോഷിയുടെ കഴുത്തിൽ ഒരു ചെറിയൊരു പാടുണ്ട്, ഇപ്പോഴും അതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനും ബൈബിളും റോഷിയും മറ്റത്തെ പ്രിയാജൂരിയുടെ അപ്പുറത്ത് രാത്രി 3:30 കോളേജിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് 4 മണിക്കത്തെ TMS ബസ്സിൽ പോകാൻ വേണ്ടി ആ സ്റ്റെപ്പിൽ ഇരുന്ന് റോഷി ഉറങ്ങി മറിഞ്ഞ് വീണ് അവിടെ ഒരു ഹാൻഡ് ഡ്രൈവിൽ ഒരു തട്ടിയുടെ ഒരു പാടുണ്ടായത് ഇപ്പോഴും ഉണ്ട് എന്ന് ഓർക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തില് രാവിലെ 4 മണി വരെ KSC പ്രവർത്തനം നടത്തിയിട്ട് തിരിച്ചു പോയ ചരിത്രമാണ് റോഷിക്കുള്ളത്. അതുപോലെ ഞാനൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. റോഷി അത് തുടർന്നത് കൊണ്ടാണ് ഇന്ന് ഈ സ്ഥാനത്തെത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റോഷിയായിട്ടുള്ള ഒരു ബന്ധം പറയുമ്പോൾ എനിക്ക് ശത്രുക്കളായിട്ടുള്ളവരെ സഹായം കിട്ടുകയും സുഹൃത്തുക്കളായിട്ടുള്ളവർക്കെതിരെ നിൽക്കുകയും ചെയ്യേണ്ട ഒരു ഗതികൾ പലപ്പോഴും വക്കീല് എന്നുള്ള നിലയിൽ വന്നിട്ടുള്ളതാണ്. സെന്റ് തോമസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ PJ ജോസഫിന്റെ കല്ലെറിഞ്ഞ കേസിൽ ഞാൻ പ്രതിയായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കേണ്ട ഗതിയുണ്ടായി. അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ ഞാൻ വളരെ സുഹൃത്തുക്കളാണെങ്കിലും റോഷി അഗസ്റ്റിൻ കൊടുത്ത കേസിനെതിരായിട്ടും റോഷി അഗസ്റ്റിനെതിരായിട്ട് കേസ് ഭരിക്കേണ്ട ഗതിയും ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ വ്യക്തിബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും മുന്നോട്ട് പോകുന്നു.
ഈ നഷ്ടത്തിനോടുള്ള നന്ദിയും റോഷിയെ അവരെ ആശംസകളും നേരുന്നു. ഈ കൂട്ടായ്മ തുടരുന്നതിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാനൊരു സിനിമയാണ് പറയുന്നത്, ക്ലാസ്മേറ്റ് എന്ന സിനിമ. കുറേ കാലം കലാകാരനെ പഠിച്ചിട്ട് അവർ പിന്നീട് അവരുടെ ജീവിതവുമായിട്ട് പോയി തിരിച്ചു വരുന്ന അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഘനം എന്ന വാക്കിന് ഭാരമെന്നും അറിവെന്നും അർത്ഥം. അപ്പോൾ അറിവുകൾ തരുന്നതും നമ്മുടെ ധനങ്ങൾ കുറയും. ധനങ്ങൾ കുറയുന്നതോടൊപ്പം തന്നെ നമുക്ക് സമാധാനവും ശാന്തിയുണ്ട്. അങ്ങനെ സരസ്വതി ക്ഷേത്രമായിട്ടുള്ള ആ സെന്റ് തോമസ് കോളേജിൽ നിന്ന് അറിവിന്റെ ധനം കിട്ടുകയും ആ അറിവിന്റെ ധനങ്ങൾ വീണ്ടും വീണ്ടും സമൂഹത്തിൽ ഉപയോഗിക്കപ്പെട്ട് കൊടുങ്കാറ്റായി മാറി ഭാരമില്ലാത്ത അവസ്ഥയിൽ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾ പറയും, ഞാൻ സെന്റ് തോമസ് കോളേജിൽ വന്നത് ഉള്ളൂർ കോളേജിൽ ഡിഗ്രി പഠിക്കും. അന്ന് എനിക്ക് കോണ്ടാക്ട് തന്നത് പ്രൊഫസറാണ്. അതുപോലെ അഴിമതി നന്നായി വരും യഥാർത്ഥത്തിൽ. പക്ഷെ സെന്റ് തോമസ് കോളേജിൽ വന്ന് ആ കാര്യങ്ങളെല്ലാം മാറുകയും പഠനത്തിൽ മുഴുകയും അതോടൊപ്പം തന്നെ ചില സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടിയും ചെയ്തു. അങ്ങനെ ജനറൽ സെക്രട്ടറി അനുസരിക്കുന്ന തോന്നിയായിട്ട് 13 പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ ഓർക്കാനിരിക്കുന്നത്. നമ്മൾ ഓർമ്മിക്കപ്പെടുന്ന ഒരു കലാലയമായി സെന്റ് തോമസ് മാറുന്നു. ആ സെന്റ് തോമസിൽ നിന്ന് വിദ്യാർത്ഥി ചെയ്തുള്ള എത്രയോ ആളുകൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ, അഡ്മിനിസ്ട്രേഷനുകൾ, അതുപോലെ ശാസ്ത്രലോകത്ത്, അങ്ങനെ വൈദിക മേഖലയിൽ മിനിസ്റ്ററായിരിക്കുന്നത്, അങ്ങനെ എത്രയോ വന്നിരിക്കുന്നു, വൈസ് ചാൻസലർമാർ. അപ്പോൾ അങ്ങനെ ആ കലാലയം നമ്മളിലോട്ട് ഭാരമില്ലാത്ത അറിവിന്റെ അവസ്ഥ ഉണ്ടാക്കി തന്ന അന്നത്തെ കാലത്തെ ശക്തനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഈനാസച്ചനെ ഞാൻ സ്മരിക്കുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ കേരള പോലീസിൽ നിബന്ധനയിൽ കയറി അനുഗ്രഹം ഉണ്ടായിരിക്കാം, പരീക്ഷ ജോലി ചെയ്ത് വന്നിരുന്നത്. അതിനുശേഷം ഞാൻ ഈ കോട്ടയം ജില്ലയിൽ തന്നെയാണ് ജോലി. അങ്ങനെ ഈരാറ്റുപേട്ടയിൽ ഞാൻ ജയിച്ചിരിക്കുമ്പോൾ അന്നൊരു CI പറഞ്ഞു, അയ്യോ പള്ളിയിലൊന്ന് പോകണമെന്ന്. അപ്പൊ അദ്ദേഹം ആ പള്ളിയിലൊന്ന് കയറിയില്ല. അപ്പൊ ഞാൻ യൂണിഫോമിട്ട് പോയെങ്കിലും പള്ളിയുടെ മേലെ നിന്ന് ഞാൻ ആ ജീപ്പിന് മറന്നു. അതാണ് ഉണ്ടാകുന്ന ആ കനം കുറഞ്ഞു എന്ന് പറയുന്നതിന്റെ അവസ്ഥ. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പിന്നീട് ഞാൻ പല സ്ഥലത്ത് അച്ഛനെ കാണും, സംസാരിക്കുന്നുണ്ട്. അതിപ്പോ റോഷേഴ്സ് തന്നെയാണ്, റോഷേഴ്സിൽ തന്നെയാണ് നമ്മൾ ജോലികളിൽ കാണുന്നത്. അദ്ദേഹം ഒരു ജനപ്രതിയായത് കേരളത്തിന്റെ ജനപ്രതിയാണ്, സെന്റ് തോമസ് കോളേജിന്റെ ജനപ്രതിയാണ്, നമ്മൾ ഓരോരുത്തരും ജനപ്രതിയാണ്. ആ ജനപ്രതി ഉയർന്നു വരുന്ന ഒരു കേന്ദ്രമന്ത്രി, അതുപോലെ തന്നെ രാഷ്ട്രപതിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് മാത്യു എന്നാണ്. അവിടെ ഇരുന്ന് സമരമാണ്. അതായത് എന്റെയൊക്കെ ഭാഗ്യത്തിനായിരിക്കാം, ഞാൻ പ്രീ ഡിഗ്രിക്ക് വന്ന വർഷമാണ് പ്രധാനപ്പെട്ട ഈനാസച്ചൻ അവിടെ പ്രിൻസിപ്പാളായി വരുന്നത്. അതോടുകൂടി കോളേജിന്റെ തലവര തന്നെ മാറി. ഞാനന്ന് SFIയുടെ പ്രവർത്തകനായിരുന്നു. ഞാൻ അതുപോലെ തന്നെ പ്രീ ഡിഗ്രിക്ക് ഞാനുണ്ട്, ജോബി കുറ്റിക്കാട്ടിനുണ്ട്. ഞങ്ങളുടെ അടുത്ത് ക്ലാസ് ടീച്ചർ പറഞ്ഞാൽ നീ ഒന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല, നീ ഒന്നും ജയിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാനും ജോബിയും പ്രീ ഡിഗ്രി ജയിച്ചു. ഡിഗ്രിക്ക് അവിടെ സെന്റ് തോമസിൽ തന്നെ വന്നു. യഥാർത്ഥത്തിൽ അച്ഛന്റെ ആ ഒരു ഭരണവും അച്ഛനെടുത്ത നിലപാടുകളും അതൊക്കെ കൊണ്ടാണ് ഞാനിന്ന് സർക്കാർ ജീവനക്കാരനാണ് ഈ ഒരു തലത്തിലേക്ക് എത്തിയത്. അന്നത്തെ സാഹചര്യത്തിൽ പാലാ വിട്ട് പുറത്തുപോയി പഠിക്കുന്ന സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പൊ ഏതായാലും അച്ഛന്റെ ആ ഒരു ഭരണബോധമൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ SFIയുടെ പ്രവർത്തകനായിരുന്നു. ഇപ്പോഴും എന്റെ കൊടിയുടെ നിറത്തിനൊന്നും മാറ്റമില്ല. പഴയ അവസ്ഥയിൽ തന്നെ ഞാൻ ഇപ്പോഴും പോവുകയാണ്. അച്ഛനെ കഴിഞ്ഞ ദിവസം ഞാൻ പരിഗണിച്ച് കണ്ടിരുന്നു. ഞാനും ഉണ്ട്, എന്റെ മോനും ഉണ്ട്. കുറെ സമയം അച്ഛനോട് സംസാരിച്ചു. ഏതായാലും അച്ഛൻ ഇരിക്കുന്ന വേദിയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അച്ഛനോടുള്ള ആ സ്നേഹവും നന്ദി എനിക്ക് മാർക്ക് കിട്ടുന്നില്ല അച്ഛനെ പറ്റി പറയാൻ, അത് ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷേഴ്സ്, അദ്ദേഹം ഏറ്റവും നല്ല മന്ത്രി എന്ന നിലയിൽ പേരെടുത്തുകൊണ്ട് കേരളത്തിന് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ, അദ്ദേഹത്തിന്റെ ഭാവി ഏറ്റവും ശോഭനമായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ കൂട്ടുകാരെല്ലാവരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞ ഈ അതായത് എല്ലാ സംഘടനാ നേതാക്കന്മാര് പൊളിറ്റിക്സ് ഞങ്ങളുടെ ക്ലാസ്സിലാണ്. അപ്പൊ അന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്തു. നമ്മൾ പുറത്തു വെച്ച് ഒരുപക്ഷെ പരസ്പരം മുദ്രാവാക്യം വിളിക്കും, ഇലക്ഷൻ ആകുമ്പോൾ സംഘർഷത്തിന്റെ വക്കിലെത്തും, എങ്കിലും പരസ്പരം തല്ലാൻ പാടില്ല. ഞങ്ങൾ ആ ഒരു സണ്ണി ഡേവിഡ്, ജോബി കുറ്റിക്കാട്ടില, മുഹമ്മദ് അലി ഖാൻ, ഞങ്ങൾ ആ ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ഒരിക്കലും സംഘർഷത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ അരി പൊട്ടുവന്ന് പ്രീ ഡിഗ്രിക്ക് പിടിക്കുന്ന കുട്ടികൾ ഓർക്കുമെങ്കിലും ഒരിക്കൽ പോലും അതിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആത്മബന്ധം ആ കോളേജിനോടും
അവിടുത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് റോഷിയുടെ സഹപാഠിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എവിടെ വെച്ച് കണ്ടാലും റോഷി ഇപ്പൊ പെരുന്നാളിനൊക്കെ ആയിരിക്കണം എന്നാലും വിളിക്കും ഡേവിഡിയാണ്. അത്തരത്തിൽ വ്യക്തിബന്ധം വളരെ വലിയ ഒരു കാര്യമായി കൊണ്ടുനടക്കുന്നതുകൊണ്ടാണ് റോഷിക്ക് ഒരു പരാജയം ഇന്നേ വരെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാറുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. റോഷിയെ കുറിച്ച് റോഷിയുടെ സഹപാഠികൾക്ക് എപ്പോഴും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അത് വളരെ വിരളമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് റോഷിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ഇവിടെ ബെന്നി പറഞ്ഞതുപോലെ ഇനസെന്റാണ് സത്യത്തിൽ സെന്റ് തോമസ് കോളേജിലെ പല വിദ്യാർത്ഥികളുടെയും ഭാവി നിർണ്ണയിച്ച ഒരു പിതാവാണ് അദ്ദേഹം. എനിക്ക് 3 വർഷം ഡിഗ്രി കഴിഞ്ഞു, പ്രീ ഡിഗ്രിക്കാരെന്നോട് പഠിക്കുന്നതാണ്. വലിയ ശക്തിയൊന്നും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരുന്നു. ഇടതുപക്ഷക്കാരനായതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് ഞങ്ങളുടെ കുറച്ച് താല്പര്യക്കുറവുണ്ട്. പക്ഷെ എല്ലാവരോടും അങ്ങനെ തന്നെയാണെന്ന് പിന്നെ നമുക്ക് മനസ്സിലാകും. എനിക്ക് 1.5 അറ്റൻഡൻസ് കുറവായിരുന്നു ഫൈനൽ. ഫസ്റ്റ് ഇയർ ഷോർട്ടായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനോട് പറഞ്ഞു, നിനക്ക് ഇപ്പൊ തൽക്കാലം നിനക്ക് അവസാനം തരാം, ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും ചെല്ലും, അച്ഛനെ കാണാൻ ചെല്ലും. അച്ഛൻ പറഞ്ഞു നീ അടുത്ത ദിവസം പറഞ്ഞു. അങ്ങനെ പല ദിവസം ഞാൻ ചെന്നു. അപ്പൊ സ്റ്റഡി ലീവാണ്, പിള്ളേരെല്ലാം പഠിച്ചോണ്ടേ. എനിക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല, ബാക്കി എല്ലാ എക്സാമും ഞാൻ ജയിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ പഠിച്ചൊന്നുമില്ല. എന്നും അച്ഛനെ പോയി കണ്ട് ഈ ഹോൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് തരാൻ വേണ്ടി അഭ്യർത്ഥിക്കും. അച്ഛൻ പറഞ്ഞു പിന്നെ വാ. എന്തായാലും ഒരു ദിവസം അച്ഛൻ ഒരു തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോ ആ കസേരയിൽ ഞങ്ങളെക്കാട്ട് അച്ഛൻ ഇരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു അച്ഛനെ കാണും. അല്ല അച്ഛൻ റിട്ടയറായി, അച്ഛൻ അവിടെ മുറിയിലുണ്ട്. അപ്പൊ ഞാൻ വേറൊന്നും വിചാരിച്ചില്ല, എനിക്ക് അച്ഛനെ ഭയങ്കര പേടിയാണ്. ഞാൻ പിന്നെ മുറിയിലോട്ട് കടന്നു ചെന്നു. അച്ഛൻ ചോദിച്ചു എന്താ വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ എനിക്ക് അച്ഛൻ ഹോൾ ടിക്കറ്റ് തരാമെന്നാണ് പറഞ്ഞത്. എന്റെ അധികാരങ്ങളെല്ലാം പോയി. കണ്ടില്ലേ അവിടെ ഞെരളക്കാട് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഞെരളക്കാടത്തിന് പോയി കാണാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ ഞാനല്ലല്ലോ ചെയ്തത്, അവിടെ അച്ഛൻ പറഞ്ഞാൽ ചെയ്യാൻ. ഞാൻ പിന്നെ അച്ഛൻ്റെ അടുത്ത് അപ്പം പറഞ്ഞില്ല എനിക്ക് അധികാരങ്ങളെല്ലാം പോകും. 1 വർഷം എൻ്റെ പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്നോട് അന്ന് ഞെരളക്കാട്ടച്ഛൻ പറഞ്ഞു 1 വർഷം കഴിഞ്ഞ് നീ വാ പരിഗണിക്കാൻ പറഞ്ഞു. 1 വർഷം കഴിഞ്ഞ് ഞാൻ പഠിച്ചു. പിന്നെ ഡിഗ്രി പഠിച്ചെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കളിച്ചിട്ട് പിന്നെ 1 വർഷം കഴിഞ്ഞ് ചെന്നപ്പോൾ എന്നോട് ഞെരളക്കാട്ടച്ഛൻ പറഞ്ഞു നിന്നെ പുറത്താക്കിയത് ഈനാസച്ചനാണ്. ഈനാസച്ചൻ പറയാതെ നിനക്ക് ഇവിടെ റീ അഡ്മിഷൻ തരികയായിരുന്നു. അപ്പോൾ അച്ഛന് ഇവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് കാളകെട്ടിക്ക് ഇപ്പുറത്തുള്ള അറുന്നൂറ്റിമംഗലം അവിടെ വികാരി അച്ഛനായിട്ട് എനിക്ക് സത്യത്തിൽ പോയിട്ട് കാര്യമുണ്ടോ എന്ന് അറിഞ്ഞില്ല. പക്ഷെ എന്നോട് അന്ന് അവിടെ ജോലി ചെയ്ത രാജൻ ചേട്ടൻ അവിടുത്തെ ജോലിക്കാരൻ എൻ്റെ അയൽവാസിയാണ്. നീ ഒന്നും പേടിക്കണം, നീ അച്ഛനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ വയലിൽ വളരെ പേടിച്ച് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്റ്റാഫ് പറഞ്ഞു അച്ഛൻ ഉറങ്ങുകയാണ്, ശല്യപ്പെടുത്തരുത്. ഞാനൊരു 1.5 മണിക്കൂർ അവിടെ ഇരുന്നു. അച്ഛൻ ഓരോ വന്നു കഴിഞ്ഞു, വന്നിങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ പഴയ ആളാണ്. അച്ഛനപ്പോൾ എനിക്ക് അച്ഛനെ എന്നെ അത്ര വിശ്വസ്തനൊന്നുമില്ലാതെ അച്ഛനെ അറിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞു ഇല്ല നിന്നെ എനിക്കറിയാം, നീ അടുത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ എവിടെ ഇരിക്കും? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അച്ഛൻ്റെ നിൽക്കാൻ പോലും പേടിയാണ്. നീ എവിടെ ഇരിക്കും? ഞാൻ പറഞ്ഞില്ല ഞാൻ ഇരിക്കും. അല്ല നീ എവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നെ അവിടെ ഇരുത്തി കഴിഞ്ഞ് അപ്പം ഞാൻ അച്ഛാ ഇങ്ങനെ ഇല്ല ഞാനിതൊന്ന് പറയണ്ട, എനിക്കെല്ലാം ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനൊന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടും, എൻ്റെ ഭാവി തകരുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം, നീ കോളേജ് അച്ഛനെ പ്രിൻസിപ്പളെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ ശരി അച്ഛൻ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അച്ഛൻ പതുക്കെ പറഞ്ഞു ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു, ഫോണെല്ലാം പോയി കിടക്കാണ്. ഞാൻ അച്ഛനും എനിക്കൊന്ന് എഴുതി തരാമെന്ന് വെച്ചു. അച്ഛൻ 1 മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചു. അകത്ത് വിശദമായിട്ടുള്ളൊരു കത്തപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന വഴിക്ക് ഇത് വായിക്കാം. പക്ഷെ അച്ഛൻ അത് നന്നായിട്ട് ഒട്ടിച്ചു തന്നു. ഞാൻ അതുമായി കോളേജെല്ലാം വിട്ട് വൈകുന്നേരം 5 ആരുമില്ല കോളേജിൽ. ഈ പ്രിൻസിപ്പൽ അച്ഛനെ നോക്കി അച്ഛനെ നോക്കി നിന്ന് വന്ന് കൊടുത്തു. 10 വായിച്ചിട്ട് എന്നെ വല്ലാതെ അദ്ദേഹം വഴക്ക് പറഞ്ഞു. നിന്നോട് ആരാണ് അദ്ദേഹത്തിനെ പോയി ശല്യപ്പെടുത്താൻ പറഞ്ഞത്? അച്ഛനെ നിന്നെ ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ തീർന്നു, എന്റെ ഏർപ്പാട് തീർന്നു. ഞാൻ പഠിത്തരാൻ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അവിടുത്തെ ഒരു മുതിർന്ന സ്റ്റാഫിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് പേര് ഞാൻ പറഞ്ഞു റിട്ടയറായി. അദ്ദേഹത്തോട് ആലോചിച്ചിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു നീ കോളേജിൽ വഴി ചവിട്ടരുത്, നിനക്ക് ഹാൾ ടിക്കറ്റ് തരാം. അപ്പൊ അതിന്റെ ഈ 5 ദിവസത്തെ ഷോർട്ടേജേ ഉള്ളൂ. വാസ്തവത്തിൽ ഈനാസച്ചൻ അന്ന് എനിക്ക് ഹാൾ ടിക്കറ്റ് പരീക്ഷ എഴുതുവാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ തൊപ്പിയിട്ടേ. കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. 1 വർഷത്തെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ എനിക്ക് നന്നായി പഠിക്കാൻ തോന്നിയായിരുന്നു. ഞാൻ നന്നായി പഠിച്ച് രണ്ടാമത് എനിക്ക് നല്ല മാർക്ക് കിട്ടി. അങ്ങനെയാണ് എനിക്ക് LLBക്ക് അഡ്മിഷൻ കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു വഴിക്കായത്. ഞാൻ എൻ്റെ പല കൂട്ടുകാരോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈനാസച്ചനോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ അച്ഛന് എങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആ വർഷം പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ
ഞാൻ ചെറിയ മാർക്കിനെല്ലാം ഡിഗ്രി പൊളിറ്റിക്സ് എൻ്റെ കൂട്ടുകാരോടത്തിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് കുറ്റിക്കാരനുണ്ട്, പ്രകാശ് എൻ്റെ ഒപ്പം പഠിച്ചാണെല്ലാം ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും അച്ഛനോടുള്ള കടപ്പാട്, അച്ഛന് എൻ്റെ വീട് അച്ഛൻ താമസിക്കുന്ന വീടിനുള്ള 1 കിലോമീറ്റർ അടുത്താണ്. ഞാൻ അച്ഛനെന്നും നടക്കുന്ന കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അച്ഛൻ്റെ മുന്നിൽ പോയി പ്രത്യക്ഷപ്പെടാൻ ഇപ്പോഴും അന്നത്തെ ആ ഒരു ഓർമ്മയിലാണ്. അച്ഛൻ നടക്കുന്നതും എൻ്റെ വീടിൻ്റെ മുന്നേ കൂടെ അച്ഛൻ നടന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്ര ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛനെ ഹെഡ് ചെയ്യുന്നില്ലെന്നുള്ളത്. എന്തായാലും ഞാനത് എനിക്കുണ്ടായിരുന്നു എവിടെയെങ്കിലും ഇതൊക്കെ ഒന്ന് പറയണം. അച്ഛന് അന്ന് എനിക്ക് അന്ന് ഇപ്പോൾ സന്തോഷമുള്ള അത് ഓർക്കുമ്പോൾ നമ്മൾ ഇന്നിങ്ങനെ വന്ന് നിൽക്കാനും അഡ്വക്കേറ്റായിട്ട് നിൽക്കാനും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാനും എല്ലാം ഇടയായിട്ട് ആ സംഭവമാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതീക്ഷയോടെയാണ് 91 സെന്റ് തോമസ് കോളേജിൽ വന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ വലിയ ഭീകരനായി ഈനാസ് അച്ഛൻ പ്രിൻസിപ്പാളായിട്ട് ചാർജ് എടുത്തു. ഞാൻ സെന്റ് തോമസ് കോളേജിൽ നിന്ന് പോകുന്ന വർഷം ഈനാസ് അച്ഛൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പൈകപ്പള്ളിയിൽ കുരിശുപള്ളിയിൽ ഒരു പ്രസംഗത്തിന് ഈനാസ് അച്ഛൻ വന്നപ്പോൾ നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ LLBക്ക് അഡ്മിഷൻ കിട്ടി. അന്ന് അച്ഛൻ എന്നെ നോക്കിയ ഒരു നോട്ടമാണ്, അച്ഛൻ ഇത്രയും വാത്സല്യമുണ്ടല്ലോ, അച്ഛൻ ഇത്രയും സ്വാത്വികനാണല്ലോ എന്നെനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ പാലായി താമസം തുടങ്ങിയപ്പോൾ അച്ഛൻ പലതവണ ഞാൻ താമസിക്കുന്ന വഴിയെ കൂടെ നടക്കാനായിട്ട് വന്നു. എന്നിട്ട് ഒരു തവണ എന്നോട് പറഞ്ഞു നിന്നെ ഒന്ന് കാണാലോ എന്ന് ഓർത്ത് വന്നതാണ്. അത്രയും ഒരു വാത്സല്യത്തോടു കൂടി ഈ അച്ഛന് പെരുമാറാമല്ലോ എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അച്ഛൻ എല്ലാ ഭാവങ്ങളും ആശംസകളും നേരുന്നു. റോഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10-40 വർഷത്തിനിടയിൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 2 തവണ കരഞ്ഞത്. ഒന്ന് എൻ്റെ പിതാവ് മരിച്ചപ്പോൾ വിഷമം കൊണ്ട്, 2 റോഷി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് TV യിൽ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞു. അതാണ് റോഷി, നമുക്കെല്ലാം കൂടപ്പുറപ്പാണ്. പ്രിയപ്പെട്ട റോഷിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനും പ്രകാശും സണ്ണിയും ഒക്കെ, അത് അന്ന് പ്രകാശ് പറഞ്ഞത് ഒരേ കാര്യമാണ്. ഞങ്ങളെല്ലാം ഒരു കുടുംബമായിരുന്നു. ആ കാര്യത്തിൽ അത് ഇന്നും അതെ എന്നും അതെ, എവിടെയൊക്കെ വെച്ച് കണ്ടാലും ആ ഒരു വാച്ച് അതൊരു വലിയ സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു. ഈ കൂട്ടായ്മ നടത്തിയ പ്രിയപ്പെട്ട ബെന്നി മയിലാടൂര്, ഗോപാലകൃഷ്ണന്, അതുപോലെ തന്നെ ഇതിന്റെ പ്രിയപ്പെട്ട അലിഖാന് ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു. ഇത് നമുക്ക് തുടരണം. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനിപ്പം കേരള ഇലക്ട്രിക്കൽ അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി കൊണ്ടുവരാൻ അവിടെ വർക്ക് ചെയ്യുന്നു. കെല്ലെന്ന് പറഞ്ഞ സ്ഥാപനമാണ്. 28ാമത്തെ വർഷമാണ്. ഇനി 3 വർഷം കൂടെ സർവീസ് ഉണ്ട്. ദൈവം അനുഗ്രഹിച്ചു. നന്ദി പറയുന്നു. ഇതിനെല്ലാം കാരണം റോഷിയാണ്. റോഷിയെ പരിചയപ്പെട്ട അങ്ങനെ തന്നെ എന്നോട് റോഷിക്ക് തോന്നി നീ പറ്റുമെങ്കിൽ കോളേജിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുന്നത്. ഈ കൂട്ടായ്മ തുടരണമെന്ന് താല്പര്യപ്പെടുന്നു. നന്ദി. സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെ മാത്രമാണ് പാലാ സെന്റ് തോമസ് കോളേജിൽ വന്നത്. അങ്ങനെ ഞാൻ SFIയുടെ പ്രവർത്തനമായിരുന്നു. പോളിടെക്നിക് SFI പ്രവർത്തനമായിരുന്നു. അതുപോലെ തന്നെ പാലാ സെന്റ് തോമസിലെ SFI പ്രവർത്തനമായി മാറി. ക്ലാസ് തുടങ്ങുന്ന അന്ന് രാവിലെ ഞാൻ നാട്ടിൽ നിന്ന് ബസ്സിൽ വന്ന് പാലാ സെന്റ് തോമസ് കോളേജിന്റെ ഭാഗത്തിൽ ഇറങ്ങുമ്പോൾ പിള്ളേരൊക്കെ ചെതറി ഓടുന്ന സീനാണ് ഞാൻ കാണുന്നത്. ഞാൻ അവിടുത്തെ പണിയായി ഏതോ പോലീസ് ചാർജോ എന്ന സംതിങ്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും പോലീസിനൊന്നും കാണുന്നില്ല. നല്ല ഉയരമുള്ള ഒരു അച്ഛനെ പോലെ ഉയരമുള്ള ഒരു കൊട, കൂടെ തോമസ് സാറെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന തോമസ് അറ്ററാണ്. ഇവർ ഓടിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ കാണുന്നത്. ഞാൻ ഓർത്തിട്ട് പണിയാണല്ലോ ഇവിടെ വന്നത്. ഏതൊക്കെയായാലും അന്ന് മുതൽ തന്നെ SFIയുടെ പോകുന്ന സമയ പ്രവർത്തനമായിട്ട് അവിടെ കൂടുകയും പല രീതിയിൽ സംരംഭങ്ങളിൽ നടത്തുകയും അച്ഛനെ ഖരാബ് ചെയ്യുന്ന ഒരു ചരിത്രം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് SFI നടത്തിയ ഒരു ഖരാബയാണ്. അത് പല റിസൾട്ടുകളും ഉണ്ടാകുന്ന ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. റോഷി എനിക്ക് നല്ല പരിചയമില്ല. ഞാൻ ഫൈനലിൽ പോരുമ്പോൾ റോഷി ഫസ്റ്റ് ഇയർ എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് അത്ര കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. റോഷിക്കും എല്ലാ ആശംസകളും. ഒരു കൂട്ടായ്മയിൽ പോയി നമ്മളെല്ലാവരും ബന്ധിപ്പിച്ചു. തോമസ് കലാലയത്തിലെ സുഹൃത്തുക്കളെ ഞാൻ ബന്ധിപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ഈ സായാഹ്നം നമുക്കായി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കോളേജാണ്. ആ കോളേജിൽ അച്ഛൻ്റെ സൂചിച്ചത് തന്നെ അച്ഛൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും കർശനമായ നിലപാടുകൾ ആ നിലയിൽ മാറ്റി നമ്മളെല്ലാം ഈ നിലയിലേക്ക് എത്തിച്ച അച്ഛനെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. അതോടൊപ്പം ആ ഓർമ്മകളാണ് നമ്മളിവിടെ എത്തിച്ചത്. ആ ഓർമ്മകൾക്കൊപ്പം തന്നെ കൃഷിയുമായി ഒട്ടനവധി ദിവസങ്ങളിൽ രാത്രികാലങ്ങളിലൊക്കെ ഒരുമിച്ച് സഞ്ചരിക്കുവാൻ KS സംഘടനാ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും മതിരിക്കുന്ന ഓർമ്മകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇവിടെ വന്നപ്പോൾ ഒത്തിരി സന്തോഷമുള്ള റിസൾട്ടിനെ കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചവരാണ്.
വിജയവും പരാജയവും ഒക്കെ ഇങ്ങനെ മാറിപ്പോയി. പക്ഷേ അന്ന് കണ്ടതിന് ശേഷം എനിക്ക് തോന്നി ഇപ്പൊ ആദ്യമായിട്ടാണ് കാണുക. അപ്പോൾ ഒട്ടനവധി കൂട്ടുകാരെ കാണുവാൻ, പ്രത്യേകിച്ച് ചില സന്തോഷം പങ്കുവയ്ക്കുവാൻ, ഇനിയും വരും കാലങ്ങളിലേക്ക് ഓർമ്മകൾ ഈ ഒരു സഹായം സമ്മാനിച്ച ശ്രീ ബെന്നി അടക്കമുള്ള സംഘാടക സഭ എല്ലാവരോടും നന്ദി പറയുന്ന ഒരിക്കൽ കൂടി അച്ഛനോട് ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞുകൊണ്ട്